ത്രിയേക ദൈവത്തിന് സ്തുതി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. കുറച്ചു വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ, ഞാനൊരു കഷ്ണം അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയ ശേഷം നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഭാരതീയ തത്വചിന്തയിൽ മാനവസേവ, മാധവസേവ എന്നുള്ള മനോഹരമായൊരു ചിന്തയുണ്ട്. ഇവിടെ അബ്രഹാം തൻ്റെ അടുക്കൽ വരുന്ന 3 പുരുഷന്മാരാരാണെന്ന് പോലും അറിയില്ല എങ്കിലും അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്യുന്ന മനോഹരമായ കാഴ്ച കാണാം. മറ്റുള്ളവരോട് അവരുടെ സാഹചര്യങ്ങളോടുള്ള ദയാവായ്പ്, സഹതാപമല്ല, മറിച്ച് ദയാവായ്പ്, അതിന് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. അപ്പോൾ മാത്രമേ ദൈവ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. തിരുപ്പിറവിയിലേക്കുള്ള യാത്രയിൽ അത് ആവശ്യമല്ലേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭദിനം.